ഒരു ബോധവുമില്ലാതെ സംസാരിക്കുന്ന ചില മന്ത്രിമാർ ബി.ജെ.പിക്കകത്തുണ്ട്. അവരുടെ വായിൽ നിന്നും വരുന്ന ചില കാര്യങ്ങൾ കേട്ടാൽ ചിരി അടക്കാനും പറ്റില്ല. അത്തരമൊരു മണ്ടത്തരമാണ് ഇപ്പോൾ കേട്ടത്. അതായത് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നടൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് പറയുകയാണ് രാജസ്ഥാൻ മുഖ്യമന്ത്രി ബാചൽ ലാൽ ശർമ്മ. ഇന്റർനാഷണൽ ഇന്ത്യൻ ഫിലിം അക്കാദമിയുടെ പുരസ്കാരദാന ചടങ്ങിനിടെയായിരുന്നു ബാചൽ ശർമ്മയുടെ പരാമർശം. എന്നാൽ മുഖ്യമന്ത്രിയുടെ പരാമർശത്തിൽ പരിഹാസവുമായാണ് പ്രതിപക്ഷം രംഗത്തെത്തിയത്. ആരാണ് താങ്കളുടെ ഇഷ്ട നടൻ എന്നായിരുന്നു പരിപാടിക്കിടെ ചോദ്യം. ഇതിനോട് ചിരിച്ചുകൊണ്ട് മോദിജി എന്ന് ശർമ്മ മറുപടിയും നൽകി. അതേസമയം ഇത് തന്നെയല്ലേ തങ്ങളും കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നായിരുന്നു കോൺഗ്രസിന്റെ പ്രതികരണം. ഏറെ കാലമായി ഞങ്ങൾ ഇത് തന്നെയാണ് പറയുന്നത്. മോദിജി നമ്മുടെ നേതാവല്ല, ഒരു നടനാണെന്ന് തന്നെയല്ലേ ഞങ്ങളും പറയുന്നത്. എന്തായാലും അല്പം വൈകിയാണെങ്കിലും ബി.ജെ.പി മുഖ്യമന്ത്രി തന്നെ ഇക്കാര്യം തിരിച്ചറിഞ്ഞല്ലോ. മോദി ക്യാമറ സ്കില്ലിൽ വിദഗ്ധനാണ്, ടെലിപ്രോംപ്റ്ററിൽ പ്രസംഗങ്ങളിൽ എല്ലാം വിദഗ്ധൻ എന്ന് രാജസ്ഥാൻ കോൺഗ്രസ് അധ്യക്ഷൻ ഗോവിന്ദ് സിംഗ് ദുൽസാര എക്സിൽ കുറിച്ചു. നിങ്ങൾ പറഞ്ഞത് തികച്ചും ശരിയായ കാര്യമാണെന്നായിരുന്നു മുഖ്യമന്ത്രിയെ ടാഗ് ചെയ്ത് മുതിർന്ന കോൺഗ്രസ് നേതാവ് പവൻ ഖേര എക്സിൽ കുറിച്ചത്. ബാചൽ ലാൽജി, നിങ്ങൾ പറഞ്ഞത് പൂർണ്ണമായും ശരി തന്നെയാണ്. മോദിജി ഒരു നല്ല നടൻ തന്നെയാണ്. എന്നാൽ ചിലപ്പോൾ അദ്ദേഹം ഓവറായി അഭിനയിക്കുന്നതായി തോന്നുന്നില്ലേ എന്നാണ് പവൻ ഖേര കുറിച്ചത്. പ്രധാനമന്ത്രിയേക്കാൾ വലിയൊരു നടൻ ഇന്ത്യയിൽ ഇല്ലെന്നാണ് ബി.ജെ.പിക്കാർ പോലും കരുതുന്നതെന്നായിരുന്നു ആം ആദ്മിയുടെ പരിഹാസം. മുഖ്യമന്ത്രിയും മറ്റു ബി.ജെ.പി നേതാക്കളും കരുതുന്നത് ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയേക്കാൾ വലിയ നടൻ ഇല്ലെന്നാണെന്ന് ആം ആദ്മി പറഞ്ഞു. അതേസമയം ഇഷ്ടപ്പെട്ട നടനെ കുറിച്ചല്ല, മറിച്ച് ഹീറോയെ കുറിച്ചായിരുന്നു മുഖ്യമന്ത്രിയോടുള്ള ചോദ്യമെന്നും അതിനാണ് പ്രധാനമന്ത്രിയുടെ പേര് അദ്ദേഹം പറഞ്ഞതെന്നും ബി.ജെ.പി വക്താവ് ലക്ഷ്മികാന്ത് ഭരദ്വാജ് വിശദീകരിച്ചു. എന്തായാലും പറഞ്ഞ വാക്ക് തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം കിട്ടിയ അവസരം നന്നായി മുതലാക്കുന്നുമുണ്ട്. ഇങ്ങനെയൊക്കെ ഇവിടെ നടക്കുമ്പോൾ മോദി മൗറീഷ്യസിന്റെ പരമോന്നത ബഹുമതിക്ക് അർഹനായിരിക്കുകയാണ്. ദി ഗ്രാൻഡ് കമാൻഡർ ഓഫ് ദി ഓർഡർ ഓഫ് ദി സ്റ്റാർ ആൻഡ് കീ ഓഫ് ദ ഇന്ത്യൻ ഓഷ്യൻ ബഹുമതിയാണ് പ്രധാനമന്ത്രി മോദിക്ക് നൽകുന്നതായി പ്രഖ്യാപിച്ചത്. ഈ ബഹുമതി നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാണ് മോദി. മൗറീഷ്യസിന്റെ ദേശീയ ദിനാഘോഷത്തിലെ മുഖ്യാതിഥിയായി ഇന്ത്യയും മൗറീഷ്യസും തമ്മിലുള്ള ആഴത്തിലുള്ള നയതന്ത്ര സാംസ്കാരിക ബന്ധത്തിന് പ്രധാനമന്ത്രി മോദി അടിവരയിട്ടു. അദ്ദേഹത്തിന്റെ സന്ദർശനം ദ്വീപ് രാഷ്ട്രവുമായുള്ള ഇന്ത്യയുടെ ദീർഘകാല പങ്കാളിത്തം ആവർത്തിച്ച് ഉറപ്പിച്ചതായി വിദേശകാര്യ മന്ത്രാലയത്തിന്റെ കുറിപ്പിൽ പറയുന്നുണ്ട്. സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി മോദി മൗറീഷ്യസ് പ്രസിഡന്റ് ധരംഭീർ ഗോഖൂലിനും പ്രഥമ വനിത ബൃന്ദ ഗോഖൂലിനും OCI കാർഡുകൾ സമ്മാനിച്ചു.